മാർച്ച് 10 നോമ്പിൻ്റെ മൂന്നാം ആഴ്ചയിലെ ചൊവ്വാഴ്ച. മത്തായി 18 21 മുതൽ 35 വരെ വാക്യങ്ങൾ. ഗ്ലാഡിസ് സ്റ്റെയിൻസ് ഓസ്ട്രേലിയൻ മിഷണറി ആയിരുന്ന ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ വിധവയാണ്. 1999 ജനുവരി 22 ഇന്ത്യയിലെ ഒഡീഷയിൽ ബജ്രംഗ് ദൾ അംഗമായ ദാരാ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ജനക്കൂട്ടം ഗ്രഹാം സ്റ്റെയിൻസിനെയും അദ്ദേഹത്തിൻ്റെ 10 വയസ്സും 7 വയസ്സും പ്രായമുള്ള 2 ആൺമക്കളെയും ജീപ്പിലിട്ട് ജീവനോടെ ചുട്ടുകൊന്നു. കൊലയാളികൾക്ക് ശിക്ഷ വിധിച്ചതിന് തൊട്ടു പിന്നാലെ താൻ അവരോട് ക്ഷമിച്ചുവെന്നും അവരോട് ഒരു വിദ്വേഷമില്ലെന്നും ഗ്ലാഡിസ് സ്റ്റെയിൻസ് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു. ഓസ്ട്രേലിയയിലേക്ക് മടങ്ങിപ്പോകുന്നതിന് പകരം സ്റ്റെയിൻസ് 15 വർഷമായി താനും ഭർത്താവും കുഷ്ഠരോഗികളെ സേവിച്ച ഇന്ത്യയിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു. തൻ്റെ മകൾ എസ്തറിനെ കൂടെ നിർത്തി, നമ്മളെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളെ എനിക്ക് വെറുതെ വിടാൻ കഴിയില്ല. ഇന്ത്യയിലെ ജനങ്ങളോടും അവരുടെ സഹിഷ്ണുതയോടും എനിക്ക് വലിയ ബഹുമാനമുണ്ട് എന്ന് ഗ്ലാഡിസ് പറഞ്ഞു. ക്ഷമയുടെ ആ നിലവാരം സങ്കല്പിക്കാനാവാത്തതാണ്. ചിലപ്പോൾ ചില വ്യക്തികൾ നമ്മളോട് ചെയ്തതിനെ ആശ്രയിച്ച് അവരോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ പോലും നമുക്ക് ക്ഷമിക്കാൻ പ്രയാസമാണ്. അവർ ക്ഷമാപണം നടത്തിയില്ലെങ്കിൽ ക്ഷമ അസാധ്യമായിരിക്കും. ഈ കഥയിലെ ക്ഷമാപണമില്ലായിരുന്നു. ഖേദത്തിൻ്റെ ഒരു ലക്ഷണവുമില്ല. എന്നിട്ടും മിസ്സിസ് സ്റ്റെയിൻസ് ക്ഷമിക്കാൻ തീരുമാനിച്ചു. 2004 ക്രിസ്ത്യാനിറ്റി ടുഡേ എന്ന സംഘടന ഈ സ്ത്രീയെ മദർ തെരേസയ്ക്ക് ശേഷം ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന ക്രിസ്ത്യാനി എന്ന് വിശേഷിപ്പിച്ചു. 2005 ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സിവിലിയൻ അവാർഡായ പത്മശ്രീക്ക് അവർ അർഹയായി. ഇന്നത്തെ സുവിശേഷ ഭാഗം ദൈവം നമ്മോട് ക്ഷമിക്കുന്നതിനും മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിനും ഇടയിലുള്ള ഒരു നിർണായക ബന്ധം സൃഷ്ടിക്കുന്നു. എത്ര തവണ ഒരാൾ മറ്റൊരാളോട് ക്ഷമിക്കണമെന്ന് പത്രോസ് ചോദിക്കുമ്പോൾ വളരെ ഉദാരവതിയായി കണക്കാക്കുന്നത് 7 തവണ എന്നാണ് പത്രോസ് കരുതുന്നത്. എന്നാൽ യേശു അത് 11 കൊണ്ട് ഗുണിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ക്ഷമിക്കാനുള്ള നമ്മുടെ സന്നദ്ധതയ്ക്ക് പരിധിയില്ലാത്തതായിരിക്കണം. കാരണം ദൈവം നമ്മോട് പെരുമാറുന്നത് അങ്ങനെയാണ്. നമ്മുടെ ജീവിതകാലത്ത് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടാൻ 7 അവസരങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് കരുതുക. നമ്മളൊരു പുരോഹിതനോട് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ അദ്ദേഹം ക്ഷമിക്കണം, നിങ്ങളുടെ കോട്ട തികഞ്ഞു എന്ന് പറഞ്ഞു എന്ന് കരുതുക. നമ്മൾ ആത്മാർത്ഥമായി അനുദപിക്കുന്ന ഓരോ തവണയും ദൈവവുമായുള്ള നമ്മുടെ ബന്ധം പുതുക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? നമ്മെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ അയാൾക്ക് എന്തു ചെയ്താലും ഒന്നും ചെയ്യാതിരിക്കുക എന്നല്ല ഇതിൻ്റെ അർത്ഥം. ക്ഷമ എന്നത് വെറും വാക്കുകൾ പറയുന്നതിനേക്കാൾ കൂടുതലാണ്. തകർന്ന ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം ഇതിൽ ഉൾപ്പെടുന്നു. ഇരുപക്ഷത്തിൻ്റെയും രോഗശാന്തിക്കായി പ്രവർത്തിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. നമുക്കെതിരെയുള്ള ചില കുറ്റകൃത്യങ്ങളിൽ മുൻകൈയെടുത്ത് എന്നാൽ പൂർണ്ണമായും അക്രമരഹിതമായ പ്രതികരണം നടത്തേണ്ടത് ആവശ്യമായി വന്നേക്കാം. നമ്മുടെ പ്രധാന ആശങ്ക നമ്മളായിരിക്കരുത്, മറിച്ച് സ്വയം ദോഷകരമായ പ്രവൃത്തികൾ ചെയ്യുന്ന മറ്റേ വ്യക്തിയുടെ ക്ഷേമമായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഇരുപക്ഷവും തമ്മിലുള്ള ഭിന്നതയുടെ മുറിവ് ഉണക്കുന്നതിനായി നാം പ്രവർത്തിക്കണമെന്ന് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇരു കക്ഷികളും അവരുടെ പങ്ക് നിർവഹിക്കുമ്പോൾ മാത്രമേ അനുരഞ്ജനം സാധ്യമാകൂ, ക്ഷമ പൂർണ്ണമാകൂ. അതിന് ഒരുപക്ഷെ കുറേ സമയമെടുത്തേക്കാം.
എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.